Hello, welcome back to Learnino. KTU BTech 2024 scheme, Introduction to Electrical and Electronics Engineering, Group A and B subject. Module 2 ൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിവിഷൻ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു വന്നത്. സോ മോഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. മോഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Okay, first one, what is the RMS value of the current if its instantaneous current value is 10 sin 314t? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് കറന്റ് വാല്യൂ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ I is equal to Im sin omega t എന്ന് എഴുതുന്ന ആ ഒരു ഫോമാറ്റിൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RMS വാല്യൂ ആണ്. എപ്പോഴും നമ്മൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ എന്താണ് തന്നിട്ടുള്ളത്, എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, അവ തമ്മിലുള്ള റിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമുലയോ ഇക്വേഷനോ നമ്മൾ ഓർത്തെടുക്കാം. അപ്പൊ ഇവിടെ I is equal to Im sin omega t ആണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് RMS വാല്യൂ ആണ്. അപ്പോൾ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. നമുക്ക് ഈ കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്? RMS വാല്യൂ ഉണ്ട്, ആവറേജ് വാല്യൂ ഉണ്ട്, ദെൻ പീക്ക് വാല്യൂ ഉണ്ട്. ഇതിന്റെയൊക്കെ തമ്മിലുള്ള റിലേഷൻസ് ഇക്വേഷൻസ് നമ്മൾ ഒരു ചാർട്ട് പോലെ എഴുതി എപ്പോഴും പഠിക്കാതെ ഇപ്പോൾ IRMS ഈക്വൽ ടു Im/√2, അതേപോലെ തന്നെ VRMS വോൾട്ടേജിന്റെ വാല്യൂ, അതേപോലെ ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ. നമ്മൾ അടുത്ത പ്രോബ്ലംസിൽ ഓരോന്നായിട്ട് കാണും. ഇതൊക്കെ എപ്പോൾ ചോദിച്ചാലും നമുക്ക് അതിന്റെ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് I Im sin omega t എന്ന് പറയുന്ന എക്സ്പ്രഷൻ അല്ലെ, ഇതിലെ ഈ IM-ന്റെ വാല്യൂ ആണ് നമുക്ക് ഇത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇതിലെ ഈ 10 എന്ന് പറയുന്നത്. ഓക്കെ, IM എന്ന് പറയുന്ന മാക്സിമം കറണ്ട് ആണ് ആ ഒരു 10 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? IRMS ആണ്. IRMS is equal to Im/√2 എന്നാണ് നമുക്ക് എക്സ്പ്രഷൻ അല്ലെ. RMS വാല്യൂ എന്ന് പറയുന്നത് IRMS is equal to Im/√2 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷനിലെ 10 sin 314t ഇത്രയും ആംബിയർ, അതായത് നമ്മൾ അത് ഇൻസ്റ്റന്റേനിയസ് കറന്റ് വാല്യൂ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് IM എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ IRMS എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 divided by √2, that is 7.07 amperes. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. ഇനി അതിൽ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ സീരീസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അത് പോയി നോക്കിയിട്ട് എടുത്ത് ചെയ്യാനായിട്ട് പഠിക്കണം. ഇക്വേഷൻസ് ഒക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇക്വേഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം. അത് ഏത് മോഡിലാണ് കിടക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട്, അതായത് വേണം നിങ്ങൾ എക്സാമിന് പോവാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ തെറ്റിപ്പോകും. ഓക്കെ, സോ നമ്മൾ ആൻസർ എഴുതാ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. Next question, find out the net power consumed over a full cycle if a 150 ohm resistor is connected to a 350 volt 100 Hz AC supply. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു റെസിസ്റ്റർ 150 ഓം റെസിസ്റ്റർ 350 വോൾട്ട് 100 ഹെർട്സ് AC സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് പവർ കൺസ്യൂംഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പവർ എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ നമുക്ക് P is equal to V into I എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ. പവർ P is equal to V into I. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ പവർ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് ഒരു 350 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ 350 എന്ന് പറയുന്ന വാല്യൂ ആക്ച്വലി RMS വാല്യൂ ആണ്, അതായത് VRMS അല്ലെങ്കിൽ ERMS എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ P is equal to V into I ഒരു വാല്യൂ നമുക്ക് അറിയാം, വിയുടെ വാല്യൂ അറിയാം. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതും RMS വാല്യൂ ആയിരിക്കും. അപ്പൊ IRMS is equal to നമുക്ക് VRMS അല്ലെങ്കിൽ ERMS/R ചെയ്താൽ പോരെ, റെസിസ്റ്ററിന്റെ വാല്യൂ അറിയാലോ. അപ്പൊ I is equal to V/I എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ യൂസ് ചെയ്തിട്ട് 350 divided by 150 ചെയ്ത് കഴിഞ്ഞാൽ IRMS വാല്യൂ കിട്ടും 2.3 amperes. പിന്നെ പവർ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? V into I അല്ലെങ്കിൽ ERMS into IRMS 350 into 2.3, that is 805. എന്താണ് പവറിന്റെ യൂണിറ്റ്? എന്താണ്? വാട്ട്സ്.
യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. യൂണിറ്റ് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ ലെസ് ആയിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ടെക്നിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കലില് ടേംസ് യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ആയിക്കോട്ടെ, വോൾട്ടേജ് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും, ഇനിയിപ്പോ റെസിസ്റ്റൻസിന്റെ വാല്യൂ, കപ്പാസിറ്റൻസിന്റെ വാല്യൂ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, എന്താണെങ്കിലും അതിന്റെ യൂണിറ്റ് എഴുതുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അല്ലാതെ എത്ര സ്റ്റെപ്സ് എഴുതിയിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, next one, what will be the RMS value of the voltage if the sinusoidal value voltage is given as E is equal to 100 sin 314t applied across a resistor of resistance 15 ohm. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? RMS വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സിനുസോയ്ഡൽ വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കറണ്ടിന്റെയും റെപ്രസെന്റേഷൻ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ റെപ്രസെന്റേഷൻ ആയിട്ട് ചോദിക്കാം, വോൾട്ടേജിന്റെയും ഇതേപോലെ തന്നെ ചോദിക്കാം. റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് RMS വാല്യൂ ആണ്. RMS വാല്യൂ ഇപ്പോൾ E is equal to, ഇത് പല രീതിയിലും ഇത് നൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഓരോന്നിലും ഇപ്പോൾ E is equal to EM sin omega t എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ E0 sin omega t എന്ന് എഴുതാം. അപ്പൊ അത് ആ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ERMSന്റെ എന്താണ്? IRMS പോലെ തന്നെ EM/√2 അല്ലെങ്കിൽ E0/√2. ഈ വാല്യൂ ആണ് ഇവിടെ 100 എന്ന് തന്നിരിക്കുന്നത്. 100 divided by √2, that is 0.71. Okay. .71 യൂണിറ്റ് എഴുതാൻ മറക്കരുത്, വോൾട്ട്സ്. Next one, find out the RMS value of current in the circuit wherein a 35 millihenry inductor is connected to 200 volt 70 Hz AC supply. ഇവിടെയും RMS വാല്യൂ കണ്ടുപിടിക്കാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. പക്ഷെ എന്താണ് ഒരു ഡിഫറൻസ്? ഇവിടെ നമ്മൾ ഒരു ഇൻഡക്ടർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് 200 volt 70 Hz AC സപ്ലൈയിൽ. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിന്റെ ഒക്കെ RMS വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. ഇൻഡക്ടർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് IRMS ആണ് ഫൈൻഡ് ഔട്ട് ദ RMS വാല്യൂ ഓഫ് കറണ്ട്, അതായത് IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ I is equal to നമുക്കറിയാം V/R എന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ എന്താണ്? റെസിസ്റ്റർ അല്ല, ഇൻഡക്ടർ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വെറുതെ ഈ ഒരു 200 വോൾട്ട് ഡിവൈഡഡ് ബൈ 35 മില്ലി ഹെൻറി എന്ന് ചെയ്ത ആൻസർ കിട്ടുമോ? റെസിസ്റ്റർ ചെയ്യണ പോലെ നമുക്ക് ഇൻഡക്റ്റൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത ആൻസർ കിട്ടുമോ? ഇല്ല. ഇൻഡക്ടർ വരുമ്പോൾ നമ്മൾ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ റെസിസ്റ്റർ കണക്ട് ചെയ്യണ പോലെ നമുക്ക് I is equal to V/R എന്ന് പറഞ്ഞ് 200/35 ചെയ്താൽ പോരാ. എന്ത് കണ്ടുപിടിക്കണം? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന്റെ എക്സ്പ്രഷൻ എന്താണ്? 2πfL. ഈ L എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ 35 മില്ലി ഹെൻറി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π into 70 എന്താണ്? ഫ്രീക്വൻസി 70 Hz സപ്ലൈ into 35 into മില്ലി ഹെൻറി. ഇവിടെയൊക്കെയാണ് നമ്മൾ മാർക്ക് കളയുക. ഇത് സ്റ്റെപ്സ് എഴുതാൻ അറിഞ്ഞാലും ഇങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്ക് വരിക. മില്ലി ഹെൻറി മീൻസ് into 10⁻³ ohms. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന്റെ യൂണിറ്റ് ഓം തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു 2π into 70 into 35 into 10⁻³ ആണ് XL-ന്റെ വാല്യൂ. അപ്പൊ I is equal to എന്താണ്? ERMS by XL. ERMS-ന്റെ വാല്യൂ നമുക്ക് 200 വോൾട്ട് എന്നുണ്ട്. 200 divided by 2π into 70 into 35 into 10⁻³ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വാല്യൂ നമുക്കറിയാം. ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ആ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് കൊണ്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഫ്രാക്ഷനിൽ ഇടുക, എന്നിട്ട് അതിന്റെ വാല്യൂസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ജസ്റ്റ് നമുക്ക് അത് ഇക്വേഷൻ പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഓരോന്നായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. പൈയുടെ ഒക്കെ വാല്യൂ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അതിൽ നമുക്ക് ഷിഫ്റ്റ് കൊടുത്തിട്ട് പൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈയുടെ വാല്യൂ ഒക്കെ കിട്ടും. അല്ലാതെ പൈയുടെ വാല്യൂ നമ്മൾ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സോ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും 12.9 അല്ലെങ്കിൽ 13 ആംപിയർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, next one, calculate the RMS value of current in the circuit wherein a 80 microfarad capacitor is connected to a 100 volt 80 Hz AC supply. അപ്പോൾ
സെയിം പാറ്റേണിലാണെങ്കിലും ഇവിടെ ഡിഫറൻസ് എന്താണ്? കപ്പാസിറ്റർ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിച്ചതുപോലെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിച്ചാലേ ഇവിടെ നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ എക്സ്പ്രഷൻ എന്താണ്? X is equal to 1/2πfc ആണ്. അപ്പോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 80 ഹെർട്സ് AC സപ്ലൈ ആണ്. അതേപോലെ 80 മൈക്രോ ഇവിടെ മൈക്രോ ഹെൻറി ആണ്. ഓക്കെ, മൈക്രോ ആവുമ്പോൾ 10⁻⁻⁶ കൊടുക്കണം. സോ നമുക്ക് അതിന് എക്സിയുടെ വാല്യൂ കിട്ടും. IRMS equal to ERMS/XC. അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെയും ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെയും ഒക്കെ യൂണിറ്റ് റെസിസ്റ്ററിന്റെ യൂണിറ്റ് പോലെ ഓം ആണ് കേട്ടോ വരുന്നത്. സോ IRMS is equal to 100 ഡിവൈഡ്, കാരണം ഇവിടെ 100 വോൾട്ട് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ 100 ഡിവൈഡ് ബൈ 24.8 എന്ന് വരും. That is 4.03 unit amperes. ഓക്കെ, അപ്പൊ ഈ RMS വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ഒക്കെ ഇപ്പൊ ഈസി ആയില്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? അടുത്തത് 1.5 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ is connected to 220 volt 50 hertz source. Find the capacitive reactance in the circuit. Capacitive reactance ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് 1/2πfc മാത്രം കണ്ടുപിടിക്കുക. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ X is equal to 212 ohms എന്ന് കിട്ടും. ഈ എക്സിയുടെ യൂണിറ്റ് ഒക്കെ എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫാരഡ് ഒന്നും എഴുതി വെക്കരുത്. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ് ആണ്. ക്ലിയർ? Next one, what is the peak to peak value of sine waveform whose average value is 12.74 volts? ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് പീക്ക് വോൾട്ടേജും അല്ലെങ്കിൽ പീക്ക് വാല്യൂവും പീക്ക് ടു പീക്ക് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു സൈൻ വേവ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ 0 പോയിന്റിൽ നിന്നും ഇതിന്റെ മാക്സിമം വാല്യൂ, അതിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് കറണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വോൾട്ടേജിന്റെ വേവ് ഫോം ആണെങ്കിൽ വോൾട്ടേജ്, കറണ്ടിന്റെ വേവ് ഫോം ആണെങ്കിൽ കറണ്ട്. ഇനി പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ആ സൈൻ വേവിന്റെ ഇവിടുത്തെ മാക്സിമം വാല്യൂ തൊട്ട് ഈ താഴെ വരെയുള്ള മാക്സിമം വാല്യൂ, അതിനെയാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. വിപിയും വിപിപിയും അല്ലെങ്കിൽ ഐപിയും ഐപിപിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. പീക്ക് വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ. പിന്നെ നമുക്കുള്ളത് RMS വാല്യൂ, ആവറേജ് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ആവറേജ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ആവറേജ് വാല്യൂ 12.74 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി ആവറേജ് വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. വി ആവറേജ് ഇസ് ഈക്വൽ ടു 2VP/π. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ, RMS വാല്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് വി ആവറേജ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? VP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 2VP/π എന്നുള്ളതിന്റെ അതായത് ഇത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 0.637 into VP എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ VP is equal to എന്ത് ചെയ്താൽ മതി? V average divided by 0.637 ചെയ്ത് കഴിഞ്ഞാൽ you will get the answer 19.57 volt. ഇനി നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വാല്യൂ തന്നിട്ട് പീക്ക് വാല്യൂ അല്ല കണ്ടുപിടിക്കുന്നത്. കുറെ പേര് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ വെച്ച് അങ്ങ് നിർത്തും. പീക്ക് ടു പീക്ക് വാല്യൂവും പീക്ക് വാല്യൂവും സെയിം ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പീക്ക് ടു പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കിട്ടുന്ന പീക്ക് വാല്യൂവിനെ ഇൻറ്റു 2 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പീക്ക് ടു പീക്ക് വാല്യൂ കിട്ടുക. സോ 19.57 into 2, that is 39.15 volt. Clear? Next question. In an AC circuit, the peak voltage is 388 volt. Its effective voltage. Another important question. Effective voltage. ഇപ്പൊ നമ്മൾ RMS വോൾട്ടേജ് കണ്ടു, പീക്ക് വോൾട്ടേജ് കണ്ടു, പീക്ക് ടു പീക്ക് വോൾട്ടേജ് കണ്ടു, ആവറേജ് വോൾട്ടേജ് കണ്ടു. അപ്പൊ എന്ത് എഫക്റ്റീവ് വോൾട്ടേജ്? അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമ്മൾ RMS വാല്യൂവിനെ തന്നെയാണ് നമ്മൾ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം തന്നത്. അപ്പൊ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ തന്നെയാണ്. അപ്പൊ VRMS is equal to VM/√2 ആണ് നമുക്കറിയാം. ഇനി നമുക്ക് VM എന്ന് പറയുന്നത് തന്നെയാണ് പീക്ക് വാല്യൂ കേട്ടോ. ആ ടേംസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് ഇഫക്റ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് RMS വാല്യൂ, അല്ലെങ്കിൽ അതേപോലെ തന്നെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ, അതായത് ആ VM എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പീക്ക് വാല്യൂ തന്നെയാണ്. അപ്പൊ VM ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനായി 388 divided by √2, that is 275 volts.
നെക്സ്റ്റ് വൺ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആവറേജ് വാല്യൂസ് സിനുസോയ്ഡൽ വേവ് ഫോം. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ ആവറേജ് വാല്യൂസ് ഈക്വൽ ടു, ഇപ്പൊ വോൾട്ടേജിന്റെ ആണെങ്കിൽ 2Vm/π, അല്ലെങ്കിൽ കറണ്ടിന്റെ ആണെങ്കിൽ I average is equal to 2Im/π എന്നൊക്കെ പഠിച്ചു വെച്ചു. പക്ഷെ അത് എങ്ങനെയാണ് വന്നത്? ഇത് ആവറേജ് വാല്യൂ RMS വാല്യൂന്റെ ഒക്കെ എക്സ്പ്രഷൻ ഇതേപോലെ പ്രൂഫ് അല്ലെങ്കിൽ ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ആ ഡെറിവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ആവറേജ് വാല്യൂ, ഇപ്പൊ നമുക്ക് എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? Im is equal to sin omega t എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Now I average is equal to Im 1/π integral 0 to pi I d omega t എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓവർ 0 to pi വരെ നമ്മൾ ഇന്റഗ്രേറ്റ്. അപ്പോൾ 1/π ഇന്റഗ്രൽ 0 to pi. ഇവിടെ നോക്കൂ, ഈ I എന്നുള്ളതിന് നമ്മൾ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? Im sin omega t, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു Im എന്ന് പറയുന്ന ടേമിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ Im/π എന്ന് വരും. ഇന്റഗ്രൽ 0 to pi sin d omega t. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് അടുത്തത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ sin omega ഈ ഒരു ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin omega t നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് കോസ് omega t കിട്ടും അല്ലെ? മൈനസ് കോസ് omega t കിട്ടും. സോ അത് 0 to pi നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസിന്റെ വാല്യൂ നമ്മൾ പൈ കൊടുക്കുമ്പോൾ നമുക്ക് -1 കിട്ടും, cos 0 1 കിട്ടും. അപ്പൊ മൈനസ് ഓഫ് -1 പ്ലസ് 1 കിട്ടും. സോ ഈ വാല്യൂ ആണ് നമുക്ക് ഇവിടെ 2 ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ 2Im/π എന്നുള്ള വാല്യൂ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് നോക്കാം. അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? അപ്പൊ ഇതേപോലെ നമുക്ക് പ്രോബ്ലം മാത്രമല്ല തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിർച്ചോഫ് ലോ ആണെങ്കിലും ഓംസ് ലോ ആണെങ്കിലും ഒക്കെ തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളത് പറയാം. അതായത് EMF എന്ന് പറയുന്നത് എന്താണ്? when a magnetic flux linking a conductor or coil changes, EMF is induced in the conductor. ഇനി നമുക്ക് അതിൽ എങ്ങനെയാണ് ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അത് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്? when the conductor is stationary and the magnetic field is changing. കണ്ടക്ടർ സ്റ്റേഷനറി ആയി നിൽക്കുകയും മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെയാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് അഗെയിൻ സെൽഫ് ഇൻഡ്യൂസ്ഡും ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF-ഉം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അതും കൂടെ പറയാം. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ഇത് നമ്മൾ മാർക്കിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ എഴുതാനായിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ആൻസറിലാണ് ഇപ്പൊ നമുക്ക് ചോദിക്കുന്നത്, 3 മാർക്സിനൊക്കെയാണ് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ എഴുതിയാൽ മതി. അതല്ല കൂടുതൽ മാർക്കുള്ളതാവുമ്പോൾ നമ്മൾ പിക്ചർ ഒക്കെ വരച്ചിട്ട് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? when an EMF is induced in the coil due to the change of its own magnetic flux ആണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. when EMF is induced in a coil due to the changing magnetic flux of neighboring coil ആണെങ്കിൽ നമ്മൾ mutually induced EMF എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ ഒരു ഫിഗർ ഇതേപോലെ ഒരു കോയിൽ ഒക്കെ വരച്ചിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF-ന്റെ എക്സ്പ്രഷൻ L/di/dt, where L is the self inductance of the coil. Mutually induced EMF M/di/dt, M എന്ന് പറയുന്നത് mutual inductance between the coil. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ടൈപ്സ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറേറ്റഡ് വെൻ എ കണ്ടക്ടർ മൂവ്സ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വരുമ്പോഴതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇവിടെ നമ്മൾ കണ്ടക്ടർ ആണ് മൂവ് ചെയ്യുന്നത്. So here this phenomena is based on Faraday's law of electromagnetic induction, dynamically induced EMF എന്ന് പറയുന്നത്. സോ നമുക്കൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ എക്സ്പ്രഷൻ നമുക്ക് വരുന്നത് ഈസ് ഈക്വൽ ടു BLV എന്ന് പറയുന്നതാണ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ആൻഡ് V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ. അതാണ് BLV എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് തന്നെ നമ്മളിപ്പം കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണെങ്കിൽ നമ്മൾ BLV sin θ എന്ന് പറഞ്ഞിട്ടും ഇതിന്റെ എക്സ്പ്രഷൻ എഴുതാനുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF.
സോ തിയറി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാം. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഈസി ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.